കഥയെ ആരംഭിക്കുന്നത് ലോസ് ആഞ്ചലസിലേക്ക് എത്തിച്ചേരുന്ന ഡഫി എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഡഫി അവിടുത്തെ ഒരു ബാറിലേക്ക് കയറി. ചെറിയൊരു ബാറായിരുന്നു. അവിടെ ഒരു വശത്തായി ഒരു സംഘം ആളുകൾ ചീട്ട് കളിക്കുന്നുണ്ട്. ഡഫി അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. ബെറ്റ് വെച്ച് ചീട്ട് കളിക്കാനൊന്നും അവന്റെ പക്കൽ പണമില്ല. അവൻ തന്റെ വാച്ച് ഊരിക്കൊടുത്ത് അത് ഇടായി വെച്ചുകൊണ്ട് കളിക്കാൻ ആരംഭിച്ചു. പക്ഷേ കളി തുടർന്നതും ഡഫിയുടെ മികവുകൊണ്ട് പണമൊക്കെ ഡഫിയുടെ കയ്യിലേക്ക് വരുന്നുണ്ടായിരുന്നു. കൂട്ടത്തിലൊരുത്തിന് അതത്ര പിടിച്ചില്ല. അവൻ കള്ളക്കളി കളിച്ചു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഫൈറ്റ് അരങ്ങേറുകയാണ്. അവിടെ ഉണ്ടായിരുന്നവരെ ഡഫി കണക്കിന് കൈകാര്യം ചെയ്തു. ഡഫിയുടെ ഫൈറ്റും അവിടെ നടന്ന കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്ന മാക്സ് എന്ന മറ്റൊരു യുവാവ് കാണുന്നുണ്ടായിരുന്നു. മാക്സ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികകാലമൊന്നുമായില്ല. മാക്സ് ഡഫിയെ പിന്തുടർന്നു. ഡഫിയാകട്ടെ അവിടെ നിന്നിറങ്ങി നേരെ പോയത് അടുത്തുള്ളൊരു ലോഡ്ജിലേക്കായിരുന്നു. അവിടെ അവൻ മുറിയെടുത്ത് താമസിക്കാൻ തുടങ്ങി. രാത്രിയിൽ ഡഫിക്ക് പൊതുവെ ഉറക്കം വരാറില്ല. ഡഫി ആ കാണുന്ന പോലത്തെ ഒരു സാധാരണ മനുഷ്യനുമായിരുന്നില്ല. നിലവിൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഡഫി ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കയ്യിലുള്ളത് ആകെ ഒരു ബാഗാണ്. അതിൽ ആവശ്യമുള്ള സംഗതികൾ ഉണ്ടാകും. ആവശ്യമുള്ള പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ജീവിക്കും. ഇതായിരുന്നു ഡഫിയുടെ രീതി. പക്ഷേ ഡഫിക്ക് ഒരു കഴിഞ്ഞ കാലമുണ്ട്. ഡഫി മുമ്പ് ഒരു മേജർ ആയിരുന്നു. സ്പെഷ്യൽ ഫോഴ്സസിലെ മേജർ. മികച്ച കഴിവുള്ള പട്ടാളക്കാരൻ. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ അവിടെ നടന്നൊരു ഏറ്റുമുട്ടലിൽ ഡഫിക്കൊപ്പമുണ്ടായിരുന്ന ഡഫിയുടെ സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അന്നതിനെ അതിജീവിച്ചത് ഡഫിയും ഡഫിയുടെ സുഹൃത്ത് ഡോണും മാത്രമായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ ഡഫി താമസിക്കുന്നിടത്തേക്ക് മാക്സ് കടന്നു ചെന്നു. ഡഫിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. തലേന്ന് താൻ കണ്ട അതേ ഫൈറ്റിന്റെ ആവേശത്തിലായിരുന്നു മാക്സ്. ഡഫി അവനെ കുറച്ച് സംശയത്തോടെ നോക്കി. പിന്നാലെ നേരെ കാര്യമായി ഗൗനിക്കാതെ പുറത്തേക്ക് വന്നു. പക്ഷെ മാക്സ് അങ്ങനെ പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. ഡഫിയുടെ പിന്നാലെ ചെന്നിയവൻ ഡഫിക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ തന്റെ പക്കലുണ്ട് എന്ന് അവനോടായി പറഞ്ഞു. പിന്നാലെ അവന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കാം എന്നും പറഞ്ഞു. ഡഫി അങ്ങനെ മാക്സിനൊപ്പം അടുത്തുള്ള റെസ്റ്റോറന്റിലെത്തി. ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ സംസാരിക്കാനും തുടങ്ങി. മാക്സ് നേരെ പോയിന്റിലേക്ക് തന്നെ വന്നു. തലേ ദിവസം ബാറിൽ വെച്ച് നടന്ന ഫൈറ്റിൽ ഡഫിയുടെ സ്കില്ലുകൾ അവൻ കണ്ടിരുന്നു. ഡഫിക്ക് മികച്ച ഫൈറ്റിംഗ് സ്കില്ലുണ്ട് എന്ന് തനിക്ക് മനസ്സിലായി. ഡഫിയുടെ ഈ സ്കിൽ ഉപയോഗിച്ച് നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് പണമുണ്ടാക്കാൻ സാധിക്കും. മാക്സിന് കുറെ അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗിന്റെ കാര്യങ്ങളും അവിടുത്തെ രീതികളും ഒക്കെ അറിയാം. ഡഫിയെ മാക്സ് അങ്ങോട്ടേക്ക് എത്തിക്കും. ഡഫി ഫൈറ്റിൽ പങ്കെടുത്താൽ അവർക്ക് പണവും ലഭിക്കും. ഒരു തട്ടിപ്പുകാരനെ പോലായിരുന്നു ഡഫിക്ക് ആദ്യം മാക്സിനെ തോന്നിയത്. ഡഫി ഒന്നും മടിച്ചു നിന്നതും താൻ അത്തരക്കാരനൊന്നുമല്ല എന്ന് മാക്സ് പറഞ്ഞു. മാക്സ് പിന്നാലെ ഡഫിയെ അവിടെ അടുത്ത് നടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡൊണാൾഡ് എന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു ഫൈറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ ഫൈറ്റുകൾ കഴിഞ്ഞതും ഡൊണാൾഡ് അവിടെ ഒരു ഓഫർ വെച്ചു. തന്റെ ചാമ്പ്യൻ ഫൈറ്ററെ അവിടെയുള്ള ആർക്കെങ്കിലും എതിരിട്ട് തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയായിരുന്നു അത്. അവസരം കണ്ടതും ഡഫിയെ റിങ്ങിലേക്ക് ഇറക്കാൻ മാക്സ് ശ്രമിച്ചു. പക്ഷെ താൻ ഫൈറ്റ് ചെയ്യേണ്ട വ്യക്തിയെ കണ്ടതും അതിലൊന്നും താല്പര്യമില്ലെന്ന് തോന്നിയതുകൊണ്ടും ഡഫി പിന്മാറുകയാണ്. ഡഫി അങ്ങനെ പിന്മാറിപ്പോകുന്നത് കണ്ടതും ഡൊണാൾഡും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ ഡഫിയെ കൂക്കി വിളിക്കാനൊക്കെ തുടങ്ങി. അതോടെ ഡഫി തിരികെ വന്നു. മനസ്സില്ലാ മനസ്സോടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഡഫി മത്സരിക്കാനിറങ്ങി. ഡഫിയും ഡൊണാൾഡിന്റെ ചാമ്പ്യനും തമ്മിൽ ഏറ്റുമുട്ടി. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ ഡൊണാൾഡിന്റെ ആളെ ഡഫി ഇടിച്ചിടുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഡൊണാൾഡും മറ്റുള്ളവരും അത് കണ്ട് ഞെട്ടിയിരുന്നു. പിന്നാലെ കിട്ടിയ കാശും കൊണ്ട് അവർ അവിടെ നിന്ന് നീങ്ങി. പോലീസ് സൈറൻ കുറച്ചകലെ നിന്നും മുഴങ്ങിക്കേട്ടതുകൊണ്ട് വേഗത്തിൽ അവിടെ നിന്ന് വണ്ടിയെടുത്തവർക്ക് പോരേണ്ടി വന്നു. വണ്ടിയിൽ പോരുന്ന വഴിയിൽ മാക്സ് ഡഫിയോട് ഡഫിക്ക് തങ്ങാൻ വല്ല ഇടവുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു മറുപടി. അതോടെ തന്റെ സഹോദരിയുടെ അടുത്ത് തങ്ങുവാനുള്ള സൗകര്യം താൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ മാക്സ് ഡഫി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. കൂട്ടത്തിൽ ഫൈറ്റിൽ കിട്ടിയ കുറച്ച് പണം ഡഫിയുമായി ഷെയർ ചെയ്യുകയും ചെയ്തു. മാക്സ് സഹോദരി റേച്ചലിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ കേട്ടത് വീടിനകത്തു നിന്നുയരുന്ന പ്രശ്നങ്ങളുടെ ശബ്ദമായിരുന്നു. റേച്ചൽ അവളുടെ ബോയ്ഫ്രണ്ടുമായി വലിയ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോശമായി ബിഹേവ് ചെയ്ത ബോയ്ഫ്രണ്ടിനെ റേച്ചൽ ചവിട്ടി പുറത്താക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് കയറി വന്ന മാക്സിനും ഡഫിക്കും അതിൽ ഇടപെടേണ്ടി വന്നു. ഡഫി തന്നെയായിരുന്നു റേച്ചലിന്റെ ബോയ്ഫ്രണ്ടിനെ ഇടിച്ചു വീഴ്ത്തിയത്. പിന്നാലെ പ്രശ്നമുണ്ടാക്കാതെ അയാൾ അവിടുന്ന് പോയി. ഇതിനിടയിൽ ഡഫി ഒരു കാര്യം കൂടി മനസ്സിലാക്കി. മാക്സിന്റെ സഹോദരി റേച്ചൽ ഒരു വിധവയാണ്. അവൾക്ക് ഒരു മകളുമുണ്ട്. കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതി. അടുത്ത ദിവസം മാക്സ് പാർക്കർ എന്ന ഒരു വ്യക്തിയെ കാണുവാൻ പോയി. ആളൊരു ജിമ്മൊക്കെ നടത്തുന്നുണ്ട്. പാർക്കർ ചെറിയൊരു മാഫിയ ബോസ് കൂടിയാണ്. പക്ഷേ പാർക്കറിനും ഒരു ബോസ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലായി മാക്സിന് പാർക്കറിന്റെ അടുത്ത് കുറച്ചധികം കടങ്ങളും ഉണ്ടായിരുന്നു. കിട്ടിയ പണത്തിന്റെ ഒരു പങ്ക് പാർക്കറിന് കൊണ്ടുകൊടുക്കാനായിരുന്നു മാക്സ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. പക്ഷേ പാർക്കർ പറഞ്ഞു,
പറഞ്ഞു, ഒരാഴ്ച സമയം തരും. അതിനുള്ളിൽ നീ മുഴുവൻ പണവും തിരികെ തന്നില്ലെങ്കിൽ ഭവിഷ്യത്ത് വളരെ കഠിനമായിരിക്കും. മറ്റു വഴിയൊന്നുമില്ലെന്ന് കണ്ടതും മാക്സ് പാർക്കറിനോടൊരു വെല്ലുവിളി നടത്തി. കാര്യങ്ങൾ റിങ്ങിൽ വെച്ച് തീർക്കാം എന്നതായിരുന്നു മാക്സിന്റെ സംസാരം. തനിക്ക് പറ്റിയൊരു ഫൈറ്ററെ കിട്ടിയിട്ടുണ്ടെന്നും മാക്സ് വ്യക്തമായി പറഞ്ഞു. എപ്പോഴും നല്ലൊരു ഫൈറ്റ് കാണാൻ ആഗ്രഹിച്ചിരുന്ന പാർക്കർ മാക്സ് പറഞ്ഞതിനോട് ഓക്കെ പറയുകയാണ്. ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടാത്ത 2 ഫൈറ്റേഴ്സ് പാർക്കറിന്റെ പക്കലുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് വീട്ടിലായിരുന്ന ഡഫിയാകട്ടെ തനിച്ചിരുന്ന് ബോറടിച്ചപ്പോ ആ വീടിന്റെ പരിസരമൊക്കെ ക്ലീനാക്കുകയായിരുന്നു. പുറത്തുപോയി വന്ന റേച്ചലും മകളും അത് നോക്കിക്കാണുന്നുണ്ട്. ഡഫിയുടെ ആ പെരുമാറ്റത്തിലും രീതിയിലുമൊക്കെ അവർക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് രാത്രിയിൽ ഡിന്നർ സമയമായപ്പോ മാക്സ് റേച്ചലിന്റെ വീട്ടിലേക്ക് വന്നു. അവൻ ഒരുപാട് റിലാക്സ്ഡായി കാണപ്പെട്ടിരുന്നു. ഡഫിയും റേച്ചലും മകളും അപ്പോഴേക്കും നല്ല സൗഹൃദത്തിലായി കഴിഞ്ഞിരുന്നു. അതുകണ്ട് മാക്സിനും കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഡഫിയോട് തനിച്ച് സംസാരിക്കാൻ കുറച്ചു സമയം മാക്സ് ആവശ്യപ്പെട്ടു. റേച്ചലും മകളും മാറിയതും മാക്സ് ഇരുന്ന് സംസാരിച്ചു. ഫൈറ്റിന്റെ കാര്യങ്ങൾ ഡഫിയോട് വിശദമായി പറഞ്ഞു. പാർക്കറിന്റെ അടുത്ത് തനിക്കുള്ള കടവും കുറച്ചായി കൊടുത്താൽ അത് തീരില്ലെന്നും ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട്, അതൊരു ഫൈറ്റാണെന്നും ആ ഫൈറ്റിൽ തന്നെ റെപ്രസെന്റ് ചെയ്ത് ഡഫി ഇറങ്ങി മത്സരിച്ച് ജയിച്ചാൽ കടം മുഴുവൻ എഴുതി തള്ളപ്പെടും എന്ന് മാക്സ് വ്യക്തമാക്കി. ഒരു നിമിഷം ചിന്തിച്ച ശേഷം മാക്സിനെ സഹായിക്കാൻ ഡഫി തീരുമാനിച്ചു. ഫൈറ്റിന് ഡഫി ഓക്കെ പറഞ്ഞു. കഥ അവിടെ നിന്നും പാർക്കറിലേക്ക് തിരിയുന്നു. പാർക്കർ ഈ സമയം തന്റെ അടുത്ത് വെച്ച് റിക്സ് എന്ന പേരുള്ള യുവാവിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. റിക്സ് റേച്ചലിന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു. വീട്ടിൽ നിന്ന് റേച്ചൽ അടിച്ചിറക്കിയ അതേ ബോയ്ഫ്രണ്ട് തന്നെ. പാർക്കറിന്റെയും മറ്റും കുറച്ചധികം പണം റിക്സ് മോഷ്ടിച്ചിരുന്നു. ആ പണം എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് റിക്സിനെ പാർക്കറും സംഘവും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. റിക്സ് പാർക്കറിന്റെ ആളായിരുന്നു. ഒരു ഘട്ടത്തിൽ കയ്യിൽ കിട്ടിയ പണവുമായി അവൻ മുങ്ങിയതാണ്. ചോദ്യം ചെയ്യലും ടെൻഷനും വർദ്ധിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ലിങ്സ് കടന്നു വന്നു. ലിങ്സ് ഒരു കറപ്റ്റഡ് പോലീസ് ഓഫീസറാണ്. കൃത്യമായി പറഞ്ഞാൽ പാർക്കറിന്റെ ബോസ് ആയിരിക്കുന്നവൾ. തന്റെ അധികാരം ഉപയോഗിച്ച് അവിടുത്തെ മാഫിയ ഇടപാടുകളൊക്കെ അവളായിരുന്നു നടത്തിയിരുന്നത്. മോഷ്ടിച്ച പണത്തെപ്പറ്റി ലിങ്സ് റിക്സിനോട് ചോദിക്കാൻ തുടങ്ങി. വൈകാതെ സത്യവും പുറത്തു വന്നു. റിക്സ് ആ പണം മുഴുവൻ തന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലാണ് ഒളിപ്പിച്ചത് എന്നവൻ പറഞ്ഞു. തൊട്ടു പിന്നാലെ റിക്സിനെ വെടിവെച്ച് അവർ കൊന്നുകളഞ്ഞു. ലിങ്സ് പിന്നാലെ പാർക്കറിനെതിരെ തിരിയുകയും റിക്സിന്റെ ഗേൾഫ്രണ്ട് ആരാണ് എന്ന് കണ്ടെത്താൻ ഉത്തരവിടുകയും ചെയ്തു. അടുത്ത ദിവസം മാക്സും ഡഫിയും കൂടി പാർക്കറിന്റെ അടുത്തേക്ക് ഫൈറ്റിനായി ചെന്നു. അവരെത്തുമ്പോൾ വുമൺസിന്റെ ഒരു ഫൈറ്റ് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞതും ഡഫിയുടെ ഊഴമെത്തി. ഡഫി പാർക്കറിന്റെ മികച്ച ഫൈറ്ററുമായി ഏറ്റുമുട്ടി. ഡൊണാൾഡ് ആയിരുന്നു റഫറിയായിട്ടുണ്ടായിരുന്നത്. ഡൊണാൾഡ് ഡഫിയോട് ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്ററുടെ അടുക്കൽ ഡഫിയെ കുറച്ചു കാണരുതെന്ന് പറഞ്ഞെങ്കിലും അയാൾ അത് ചെവികൊണ്ടില്ല. പിന്നെ നടന്ന ഫൈറ്റിൽ ഡഫി പെട്ടെന്ന് തന്നെ എതിരാളിയെ കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ വിജയിച്ച് മാക്സിന്റെ കടമൊക്കെ ഇല്ലാതാക്കി ഡഫിയും മാക്സും അവിടെ നിന്ന് പോവാനൊരുങ്ങി. പാർക്കർ ആ സമയം ഡഫിയുടെ അടുത്തേക്ക് വന്നു. ഒരു ഫൈറ്റ് കൂടി ഡഫി നടത്തണം എന്ന തരത്തിൽ പറഞ്ഞു. തന്റെ വലങ്കയ്യായ ഫോർഡിനോട് ഡഫി ഏറ്റുമുട്ടു എന്നായിരുന്നു പാർക്കർ ആവശ്യപ്പെട്ടത്. ഫോർഡ് എത്രത്തോളം ടഫായ എതിരാളിയാണ് എന്ന് മാക്സിന് അറിയാമായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് മാക്സ് ഫൈറ്റ് വേണ്ട എന്ന് പാർക്കറിനോട് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും തീർന്നിട്ടുണ്ട് എന്നും മാക്സ് വ്യക്തമാക്കി. അതോടെ പാർക്കർ അടുത്ത നമ്പർ ഇട്ടു. അടുത്ത മത്സരത്തിൽ പങ്കെടുത്താൽ 3 ഇരട്ടി പ്രതിഫലം ഡഫിക്ക് കൊടുക്കാം എന്നായിരുന്നു പാർക്കർ പറഞ്ഞത്. തരക്കേടില്ലല്ലോ എന്ന് മാക്സിന് തോന്നി. 5 ഇരട്ടി തന്നാൽ താൻ ഫൈറ്റ് ചെയ്യാം എന്നായി ഡഫി. പെട്ടെന്ന് തന്നെ പാർക്കർ അത് സമ്മതിക്കുകയും ചെയ്തു. വീണ്ടും അങ്ങനെ ഡഫി ഫൈറ്റിംഗ് അറീനയിലേക്ക് ഇറങ്ങുകയാണ്. അവർ തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഫോർഡാണ് മേൽക്കൈ നേടിയതെങ്കിലും ഫൈറ്റിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഡഫിക്ക് തന്റെ പഴയ ഓർമ്മകൾ ഉള്ളിലേക്ക് വന്നു. വെറിപൂണ്ടി അവൻ ഫോർഡിനെ മലർത്തിയടിക്കുകയാണ്. അന്നത്തെ വിജയം ഡഫിക്കുള്ളതായിരുന്നു. ആവശ്യത്തിലധികം പണവും അവരുടെ കയ്യിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ മാക്സും ഡഫിയും അത് പറഞ്ഞ് ഏറെ സന്തോഷിക്കുന്നുണ്ട്. ഡഫി ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ തന്റെ ജീവിതം എത്രമേൽ നന്നായി, കടം തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഡഫിയോട് മാക്സ് ഒരുപാട് നന്ദി അറിയിച്ചു. ഡഫി ഇല്ലായിരുന്നെങ്കിൽ താനിപ്പോഴും കടക്കിണിയിൽ പെട്ടുകിടന്നേനെയെന്നും പാർക്കർ തന്നെ ഇപ്പോൾ കൊന്നിട്ടുണ്ടായേനെ എന്നും മാക്സ് പറയുന്നുമുണ്ട്. അടുത്ത ദിവസം പാർക്കർ തന്റെ ബോസായ ലിങ്സിനെ വിളിച്ചു. ലിങ്സിനടുക്കൽ റിക്സിന്റെ ഗേൾഫ്രണ്ടിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചു. റേച്ചലിനെ പറ്റി വിവരം ലഭിച്ചതും ലിങ്സ് ഒട്ടും മടിച്ചില്ല. തന്റെ ടീമുമായി റേച്ചലിന്റെ വീട്ടിലേക്ക് എത്തി. റേച്ചലിന്റെ ബോയ്ഫ്രണ്ട് റിക്സ് കുറെ പണം മോഷ്ടിച്ചിട്ടുണ്ടെന്നും അതിവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം കിട്ടിയതെന്നും വീട് പരിശോധിക്കണം എന്നും പറഞ്ഞവർ അനധികൃതമായി കടന്നുകയറി റേച്ചലിന്റെ വീട് പരിശോധിക്കാൻ തുടങ്ങി. റിക്സിനെ പറ്റി ചോദിച്ചെങ്കിലും തനിക്ക് അവനെ പറ്റി ഒരറിവുമില്ല എന്നായിരുന്നു റേച്ചൽ പറഞ്ഞത്. വീട് ഇളക്കിമറിച്ച് അവർ പരിശോധിച്ചെങ്കിലും പണമൊന്നും കിട്ടിയില്ല. ലിങ്സ് പോവാൻ നേരം റേച്ചലിനടുത്തെത്തി പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ
അവിടെ ഒളിപ്പിക്കപ്പെട്ട ആ പണം കണ്ടെത്തിയേക്ക്, ഇല്ലെങ്കിൽ നിനക്കും നിന്റെ മകൾക്കും തന്നെയാണ് പ്രശ്നമുണ്ടാവാൻ പോകുന്നത്. അന്ന് രാത്രിയോടെ മാക്സും ഡഫിയും റേച്ചലിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ടത് മൊത്തം അലങ്കോലമായി കിടക്കുന്നതായിരുന്നു. കാര്യങ്ങൾ റേച്ചലിൽ നിന്നും അവർ കേട്ടറിഞ്ഞു. ഒക്കെ കേട്ടതും മാക്സിന് കാര്യം മനസ്സിലായി. പാർക്കറിനൊപ്പം ചേർന്ന് ജോലി നോക്കുന്ന കറപ്റ്റഡ് ഓഫീസേഴ്സാണ് ഈ സെർച്ച് നടത്തിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ഒതുങ്ങി നിന്നോ എന്ന് പറഞ്ഞ് മാക്സ് ഡഫിയെയും കൂട്ടി അവിടെ നിന്ന് പുറപ്പെട്ടു. അവൻ നേരെ പോയത് പാർക്കറിന്റെ മുമ്പിലേക്കായിരുന്നു. പാർക്കറിന്റെ മുമ്പിലേക്കെത്തിയ മാക്സ് പാർക്കറിനടുക്കൽ റേച്ചലിന് നടന്ന ഹരാസ്മെന്റിനെ പറ്റിയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ തനിക്കതിൽ ഒരു പങ്കുമില്ല എന്നായിരുന്നു പാർക്കർ പറഞ്ഞത്. തന്റെ കൺട്രോളിലില്ലാത്ത വലിയൊരു ഓപ്പറേഷനാണത് എന്നൊക്കെ പാർക്കർ കൂട്ടിച്ചേർക്കുന്നുമുണ്ടായിരുന്നു. പിന്നാലെ പാർക്കർ ഒരു കാര്യം വ്യക്തമായി. റിക്സൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൻ മോഷ്ടിച്ച പണം റേച്ചലിന്റെ വീട്ടിലാണ് ഒളിപ്പിച്ചതെന്ന്. അപ്പോൾ ഒന്നുകിൽ ആ പണം അവിടെ കാണും, അല്ലെങ്കിൽ അത് നിന്റെ സഹോദരിയും മകളും ഉപയോഗിച്ചു കാണും. നിന്റെ സഹോദരിയും മകളും പണം തിരികെ തന്നില്ലെങ്കിൽ അവരെ കൊന്നുകളയാനും മടിക്കില്ല. ആ കറപ്റ്റഡ് ഓഫീസേഴ്സ് തന്നെയായിരിക്കും അത് പ്രവർത്തിക്കുന്നതും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ കടത്തിന്റെ ഉത്തരവാദിത്തം നീ അങ്ങ് ഏറ്റെടുക്ക്, എന്നിട്ടത് അടച്ചു തീർക്ക്. അപ്പോ പ്രശ്നമില്ലല്ലോ. കാര്യങ്ങൾ മൊത്തത്തിൽ പ്രഷറായി മാറുകയായിരുന്നു. മാക്സും ഡഫിയും പുറത്തേക്ക് പോന്നു. പുറത്തേക്കിറങ്ങി അവർ എത്തിപ്പെട്ടത് ലിങ്സിനും ഡെപ്യൂട്ടി ഓഫീസറിനും മുമ്പിലേക്കാണ്. ലിങ്സും മാക്സിനെ ഒന്ന് വിരട്ടി. എങ്ങനെ പണം കണ്ടെത്തും, റേച്ചലിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? മാക്സിനൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. പണം കൊടുത്തില്ലെങ്കിൽ റേച്ചലിന്റെയും മകളുടെയും ജീവിതം അപകടത്തിലാകുമെന്ന് മാക്സിന് അറിയാമായിരുന്നു. പക്ഷേ ഡഫി പറഞ്ഞു അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതിന് താൻ ഒരുക്കമാണ്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഡഫി റേച്ചലിന്റെ വീട്ടിലെത്തിയിരുന്നു. പുറത്തിരുന്ന് പഴയ കാര്യങ്ങളെപ്പറ്റി അവൻ ആലോചിക്കാൻ തുടങ്ങി. ഓർമ്മകൾ അവന്റെ തലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം റേച്ചൽ ഡഫിക്ക് അടുത്തു വന്നിരുന്നു. എന്താണ് ഡഫി ഉറങ്ങാത്തതെന്ന് തിരക്കി. താൻ ശ്രദ്ധിക്കാറുണ്ട് എന്നും റേച്ചൽ കൂട്ടിച്ചേർത്തു. ഡഫി എന്ന റേച്ചലിനോട് മനസ്സ് തുറന്നു. അഫ്ഗാനിൽ വെച്ച് നടന്ന കാര്യങ്ങളും കണ്ണടച്ചാൽ കൊല്ലപ്പെട്ട തന്റെ സഹോദരങ്ങളുടെ മുഖമാണ് ഓർമ്മ വരുന്നത് എന്നും അവൻ പറഞ്ഞു. ഇതേസമയം ഡഫി പറഞ്ഞതിന് പ്രകാരം മാക്സ് ഡൊണാൾഡിനെ മീറ്റ് ചെയ്യാൻ പോയിരുന്നു. ഡൊണാൾഡിനോട് ഒരു ഫൈറ്റ് വെച്ച് അതിന്റെ പ്രതിഫലം കൊണ്ട് എല്ലാ സാമ്പത്തിക ബാധ്യതയും അവസാനിപ്പിച്ച് റേച്ചലിനെയും മകളിനെയും സംരക്ഷിക്കാൻ മാക്സ് അവസരം ചോദിച്ചു. പാർക്കറിനോട് സംസാരിക്കാനും പറഞ്ഞു. ഡൊണാൾഡ് അത് നല്ലൊരു അവസരമായി നോക്കിക്കണ്ടു. അവർക്ക് കിട്ടുന്നത് എന്താണോ അതിന് 30% തനിക്ക് വേണം എന്ന് ഡൊണാൾഡ് പറഞ്ഞു. മാക്സ് ഓക്കെ പറഞ്ഞതോടെ ഡൊണാൾഡ് പാർക്കറിന് മുമ്പിലെത്തി. വീണ്ടും അത്തരമൊരു ഓഫർ വന്ന കാര്യം ഡൊണാൾഡ് പാർക്കറിനെ അറിയിച്ചു. ഒരു റീമാച്ച് നടത്തപ്പെടും. അതിൽ പാർക്കറിന്റെ ഫൈറ്ററുമായി ഡഫി ഫൈറ്റ് ചെയ്യും. വലിയ തോതിൽ പന്തയം വെക്കലുണ്ടാവുകയും വലിയ തോതിൽ പണം വരികയും ഉണ്ടാകും. കഴിഞ്ഞ തവണ പാർക്കറിന്റെ ആൾ പരാജയപ്പെട്ടല്ലോ. പാർക്കറിന് ഇതൊരു നല്ല അവസരമായിരിക്കും വിജയിച്ച് തങ്ങളുടെ പവർ വീണ്ടെടുക്കാൻ എന്ന് ഡൊണാൾഡ് സൂചിപ്പിച്ചു. ആദ്യമൊന്നും മടിച്ചെങ്കിലും ആലോചിച്ച ശേഷം പാർക്കർ ഫൈറ്റിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ മാക്സും ഡഫിയും കൂടി അണ്ടർഗ്രൗണ്ട് ഫൈറ്റ് നടക്കുന്ന ഇടത്തേക്കെത്തി. ഒരുപാട് കാണികൾ ഉണ്ടായിരുന്നു. പന്തയം വെക്കാൻ ഒരുപാട് സമ്പന്നരും എത്തിച്ചേർന്നു. പാർക്കറിനും ലിങ്സിനുമായിരുന്നു ആ ഇവന്റിന്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഡഫിക്കെതിരെ തങ്ങളുടെ ഫൈറ്റർ വിജയിക്കും എന്ന് ലിങ്സ് അങ്ങ് ഊഹിച്ചിരുന്നു. ഇനിയെങ്ങാൻ തങ്ങളുടെയാൾ പരാജയപ്പെട്ടാൽ പാർക്കറിനെതിരെ താൻ തിരിയുമെന്നും ലിങ്സ് കൂട്ടിച്ചേർത്തു. അങ്ങനെ ലിങ്സ് പറയുന്നതൊക്കെ കേട്ട് തലകുലുക്കാൻ പാർക്കറിന് മനസ്സുണ്ടായിരുന്നില്ല. പാർക്കർ പറഞ്ഞു നിങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ പറ്റിയും നിങ്ങളുടെ കറപ്റ്റഡ് ആക്ടിവിറ്റീസിനെ പറ്റിയുമുള്ള വിവരങ്ങളൊക്കെ എന്റെ പക്കലുണ്ട്. എനിക്കെതിരെ തിരിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെയും തിരിയും. അത് നിങ്ങൾക്കൊട്ടും നന്നാവില്ല. അവിടെ അത്തരത്തിൽ ടെൻഷൻ ഇറങ്ങിയേറുമ്പോൾ വീട്ടിലായിരുന്ന റേച്ചൽ വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ നോക്കുകയായിരുന്നു. ആ സമയം വേസ്റ്റ് ബിന്നിനടുത്ത് വിചിത്രമായ ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചു. ഒരു ബാഗ് അവിടെയുണ്ട്. അവൾ അത് എടുത്തു നോക്കിയപ്പോൾ അത് നിറച്ചും പണമായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ആ ബാഗ് അവിടെ കുഴിച്ചിട്ടത് തന്റെ മകളാണെന്ന്. മകളത് കുഴിച്ചിടുന്നത് അവൾ മുമ്പ് കണ്ടിരുന്നതാണ്. അതിനെപ്പറ്റി അകത്തേക്ക് ചെന്ന് അവൾ ചോദ്യം ചെയ്തു. അമ്മയുടെ ബോയ് ഫ്രണ്ടിന്റെ ക്രൂരമായ ഉപദ്രവങ്ങളും മറ്റും കണ്ട് അയാൾക്കൊരു പണി കൊടുക്കാൻ തന്നെ താൻ ചെയ്തതായിരുന്നു അത് എന്നായിരുന്നു മകൾ റേച്ചലിനോട് പറഞ്ഞത്. തന്റെ പ്രവൃത്തിക്ക് മകൾ അമ്മയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇതേസമയം ഫൈറ്റ് നടക്കുന്നിടത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി ടെൻഷനിലേക്ക് കടക്കുകയായിരുന്നു. ഡൊണാൾഡ് ഡഫിയുടെ മേൽ മൊത്തത്തിൽ $5 മില്യൺ പന്തയമാണ് വെച്ചിരിക്കുന്നത്. ഡഫിക്ക് ആ മത്സരത്തിൽ വിജയിച്ചേ തീരൂ, ഇല്ലെങ്കിൽ വലിയ കടക്കിണിയാകും വരുന്നത്. വൈകാതെ ഫൈറ്റ് തുടങ്ങി. ഡഫിക്ക് പറ്റിയ ഒരു എതിരാളിയെ ആയിരുന്നില്ല എതിരിൽ വന്ന് ഫൈറ്റ് ചെയ്ത ഓഫീസർ. എളുപ്പത്തിൽ ഡഫി അയാളെ കീഴ്പ്പെടുത്തി. പക്ഷേ ഡഫിയുടെ ആ വിജയം അവിടെ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ മൊത്തത്തിൽ ഒരു കലാപന്തരീക്ഷം ഉടലെടുത്തിരുന്നു. ഡഫിയും മാക്സും അതോടെ വേഗത്തിൽ പുറത്തു കടക്കാൻ ശ്രമം തുടങ്ങി. അവിടെ നിന്ന് വേഗം റേച്ചലിന്റെ അടുത്തേക്ക് പോവാനായിരുന്നു അവർ തുടങ്ങിയത്. മാക്സ് റേച്ചലിന് വിട്ട് നഗരം വിട്ട് എത്രയും വേഗം പോകണമെന്നും പ്രശ്നമാണെന്നും വേഗം മകളുമായി തയ്യാറായി നിൽക്കാൻ ആവശ്യപ്പെട്ടു. പണം കിട്ടിയ കാര്യമൊക്കെ റേച്ചൽ മാക്സിനോട് പറഞ്ഞു. അതിലൊന്നും ഇനി കാര്യമില്ലെന്നും കാര്യങ്ങൾ മറ്റു തരത്തിൽ കൈവിട്ടു പോയിരിക്കുകയാണെന്നും എത്രയും വേഗം രക്ഷപ്പെട്ടു പോകണം എന്നും
മാക്സ് വ്യക്തമാക്കി. അങ്ങനെ റേച്ചലിന്റെ വീട്ടിലേക്ക് എത്തിയവർ റേച്ചലിനെയും മകളെയും കൂട്ടി അവിടെ നിന്ന് പോവാനായി തയ്യാറെടുത്തു. പക്ഷെ അപ്പോഴേക്കും അവരെ പിന്തുടർന്ന് ലിങ്ക്സിന്റെ ആളുകൾ കറപ്റ്റഡ് ഓഫീസേഴ്സ് എത്തിയിരുന്നു. ബെറ്റിൽ പരാജയപ്പെട്ടതോടെ അവർക്ക് വലിയ നഷ്ടമാണല്ലോ വന്നിരിക്കുന്നത്. അതിന് പ്രതികാരം തീർക്കാനായിരുന്നു അവരുടെ വരവ്. അവിടെ ഒരു ഷൂട്ടൌട്ട് നടന്നു. ഷൂട്ടൌട്ടിൽ റേച്ചലിന്റെ മകൾക്ക് വെടിയേറ്റു. മാക്സ് തൊട്ടുപുറകെ ആംബുലൻസിന് വിളിച്ചു. ആംബുലൻസ് എത്തി റേച്ചലിനെയും മകളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡഫിയും മാക്സും കാറിൽ കയറി. എല്ലാത്തിനും പരിഹാരമുണ്ടാക്കണം എന്ന് ഡഫി പറഞ്ഞു. പിന്നാലെ തങ്ങളുടെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്, അയാളെ കാണാൻ പോകണം എന്ന് ഡഫി കൂട്ടിച്ചേർത്തു. ഡഫി മാക്സുമായി നേരെ പോയത് പണ്ട് അഫ്ഗാനിൽ നിന്ന് തനിക്കൊപ്പം രക്ഷപ്പെട്ട് താൻ രക്ഷപ്പെടുത്തിയ തന്റെ കൂട്ടുകാരൻ ഡോണിനെ കാണാനായിരുന്നു. ഡോണിനെ കണ്ട് കാര്യങ്ങൾ ഡഫി വിശദീകരിച്ചു. തങ്ങൾക്ക് കുറച്ച് ആയുധങ്ങൾ വേണം എന്ന് ഡോണിനടുക്കൽ ഡഫി പറഞ്ഞു. തന്നെ രക്ഷപ്പെടുത്തിയ ഡഫിയെ സഹായിക്കാൻ ഡോൺ ഒരുക്കമായിരുന്നു. തന്റെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങൾ ഡോൺ അവരെ കൊണ്ടു കാണിച്ചു. കുറെ തോക്കുകളും മറ്റും ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ താനും കൂടെ വരാമെന്ന് ഡോൺ പറഞ്ഞു. വേണ്ടെന്ന് ആദ്യം ഡഫി പറഞ്ഞെങ്കിലും ഡഫിയോട് തനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്നും അതുകൊണ്ട് താൻ വരുമെന്നുമായിരുന്നു ഡോണിന്റെ തീരുമാനം. അവരങ്ങനെ ആയുധങ്ങളും എടുത്ത് പാർക്കറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടു. കറപ്റ്റഡ് പോലീസ് സംഘത്തെ ലിങ്ക്സിനെ തിരക്കിയായിരുന്നു അവർ അവിടെ എത്തിയത്. പാർക്കർ അവരോട് ജാഗ്രതയോടെ നിൽക്കാൻ പറഞ്ഞു. കറപ്റ്റഡ് പോലീസ് ഓഫീസേഴ്സ് അവരെ തേടിയെത്തും എന്നും പറഞ്ഞു. അധികം വൈകിയില്ല. കറപ്റ്റഡ് പോലീസ് സംഘം എത്തി. പിന്നെ അവിടെ നടന്നതൊരു ഏറ്റുമുട്ടലായിരുന്നു. ഡോണും ഡഫിയും മാക്സും നിന്ന് ആ കറപ്റ്റഡ് ഓഫീസേഴ്സിനോട് പോരടിച്ചു. ലിങ്ക്സിന്റെ ആളുകളെ ഓരോരുത്തരെയായി അവർ വെടിവെച്ചു കൊന്നു. ഇതേ സമയം ലിങ്ക്സ് പാർക്കറിന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പാർക്കറെ ലിങ്ക്സ് വെടിവെച്ചു കൊന്നു. പാർക്കർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തനിക്കെതിരെ തിരിഞ്ഞാലോ എന്ന് ലിങ്ക്സ് ചിന്തിച്ചിരുന്നു. ലിങ്ക്സ് പിന്നാലെ മാക്സിനെ ബന്ദിയാക്കി ഡഫിയോട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഡഫിക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഡഫി മുന്നോട്ട് വന്നതും ലിങ്ക്സിന്റെ ശ്രദ്ധ മാറിയത് കണ്ട മാക്സ് കൃത്യസമയത്ത് തോക്കെടുത്ത് ലിങ്ക്സിനെ വെടിവെച്ചു കൊന്നു. മൊത്തത്തിലെല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോൾ അവർ ഡോണിനെ നോക്കി. സാരമായി പരിക്കേറ്റ ഡോൺ ഒരു മൂലക്കൽ ഇരുന്നു പോയിരുന്നു. ഡോണിനെ ആശ്വസിപ്പിക്കാൻ ഡഫി ശ്രമിച്ചെങ്കിലും വൈകാതെ ഡോൺ കൊല്ലപ്പെട്ടു. ഡഫിയും മാക്സും നേരിട്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരുന്നു. അടുത്ത ദിവസം മാക്സ് ഹോസ്പിറ്റലിലെത്തി. റേച്ചൽ അവിടെ ഉണ്ടായിരുന്നു. റേച്ചലിന്റെ മകൾ ആശുപത്രിയിൽ സുഖപ്പെട്ടു വരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ആയി. വീട്ടിലെത്തിയപ്പോൾ ഡഫി റേച്ചലിന് എഴുതിയ കത്ത് അവളുടെ കയ്യിൽ കിട്ടി. റേച്ചൽ അത് വായിച്ചു. തന്നെ താമസിക്കാൻ റേച്ചലിന്റെ അടുത്ത് അനുവദിച്ചതിനും തനിക്കെല്ലാം ചെയ്തു തന്നതിനും ഡഫി റേച്ചലിനോട് നന്ദി അറിയിച്ചിരുന്നു. നിലവിൽ കേസുകളൊക്കെ ഡഫിയുടെ തലയിലാണ്. എല്ലാം ഒന്ന് കെട്ടടങ്ങിയ ശേഷം താൻ അങ്ങോട്ടേക്ക് തിരികെ എത്തുമെന്നും റേച്ചലിനെ വിവാഹം കഴിക്കുമെന്നും ഡഫി അതിൽ കുറിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് ഡഫി വീണ്ടും തന്റെ സഞ്ചാരം തുടരുകയായിരുന്നു. നാടോടിയായി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള സഞ്ചാരം. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.